എല്ലാവരും ഇത് യൂസ് ചെയ്യാൻ പാടില്ല ഈ ഒരു ഫേസ് പാക്ക്. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ, ഹലോ ഫ്രണ്ട്സ്, ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ പുതുപുത്തമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് ഫേസ് പാക്ക് കാണിച്ചതിനാണ്. നമ്മൾ കുറച്ച് ദിവസം മുമ്പത്തെ വീഡിയോ വേറെ ഫേസ് പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ കുറച്ച് നാച്ചുറൽ ആയിട്ടുള്ള സംഭവമാണ്. അതായത് നമ്മുടെ കറ്റാവഴയൊക്കെ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ഫേസ് പാക്കാണ് ചെയ്യുന്നത്. കറ്റാവഴ മിക്ക ആൾക്കാരുടെ വീട്ടിലൊക്കെ ഉണ്ടാകുന്ന സംഭവമാണ്. അപ്പോൾ എൻ്റെ വീട്ടിലുണ്ട്. അപ്പോൾ അത് കട്ട് ചെയ്യുന്നതും ക്ലീൻ ആക്കുന്നതും അത് ഉപയോഗിച്ചിട്ട് അങ്ങനെ ഫേസ് പാക്ക് ഉണ്ടാക്കുന്നതും പിന്നെ വേറെ രണ്ട് ഇൻഗ്രീഡിയൻസ് കൂടി ഉണ്ട്. അപ്പോൾ അതൊക്കെ എങ്ങനെ ചെയ്യാനുള്ള ഫുൾ വീഡിയോ ആണ് നമ്മൾ കാണിച്ചു തരാൻ പോകുന്നത്. വീഡിയോയ്ക്ക് അടുക്കുന്ന ചാനൽ ആദ്യം കാണിക്കുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ നോട്ടിഫിക്കേഷൻ എവിടെ നമുക്ക് വീഡിയോ എടുക്കുക. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്നത് നമ്മുടെ കറ്റാവഴ മുറിക്കലാണ്. അപ്പോൾ നമ്മുടെ കറ്റാവഴയുണ്ട്. അപ്പോൾ ഇതിൽ നിന്നിപ്പോൾ ജസ്റ്റ് ഏതെങ്കിലും ഒന്ന് തൊട്ടാൽ മതി. അപ്പോൾ ഇങ്ങനെ മുറിഞ്ഞ് പോയി നല്ല സോഫ്റ്റ് സംഭവമാണ്. അപ്പോൾ നമ്മളിത് ജസ്റ്റ് വെള്ളം മൂത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് മൂത്തെടുത്തതിന് ശേഷം ഇത് വെള്ളത്തിലിട്ട് വയ്ക്കണം. കാരണം ഇതിൻ്റെ ഉള്ളിൽ ഒരു മഞ്ഞ കളർ സംഭവമുണ്ട്. അപ്പോൾ അത് പോകാൻ വേണ്ടിയിട്ട് കുറച്ച് നമ്മൾ ഇത് വെള്ളത്തിലിട്ട് വയ്ക്കണം. അപ്പോൾ അത് നമ്മൾ ജസ്റ്റ് ഒരു പാത്രത്തിൽ വെള്ളം എടുത്തതിന് ശേഷം ഈ ഒരു മുറിച്ച ഭാഗം അതിൻ്റെ ഉള്ളിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഭാഗത്തായിട്ട് ഒരു മഞ്ഞ കളറുണ്ട്, അതിങ്ങനെ പോയി കിട്ടും. കുറച്ച് കഴിയുമ്പോൾ ഈ ഒരു വെള്ളം ഫുള്ളൊരു മഞ്ഞ കളർ, അതിൻ്റെ ഒരു 10-20 മിനിറ്റൊക്കെ ഇട്ട് വയ്ക്കേണ്ടി വരും. അപ്പോൾ ഈ ഒരു വെള്ളത്തിൻ്റെ കളർ മൊത്തം മാറും. അതിൻ്റെ ഉള്ളിലുള്ള ഈ ഒരു മഞ്ഞ സംഭവം മാറിക്കിട്ടും. അത് കളയാണ്ട് നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പാടില്ല. അത് കളയാണ്ട് യൂസ് ചെയ്ത് നമ്മുടെ മുഖത്ത് ഇങ്ങനെ ചൊറിച്ചിൽ അങ്ങനെ കുറച്ച് സംഭവങ്ങൾ ഇതൊക്കെ വരും. അപ്പോൾ ഇത് കളഞ്ഞതിന് ശേഷം യൂസ് ചെയ്യുക. അപ്പോൾ ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്സ് എന്താണെന്ന് നോക്കാം. അപ്പോൾ അതിപ്പോൾ ഏകദേശം ഒരു 20-25 മിനിറ്റ് ആയിട്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു വെള്ളം മഞ്ഞ കളറായിട്ട്. അപ്പോൾ നമ്മുടെ ഇതിലത്തെ മഞ്ഞ സംഭവങ്ങളൊക്കെ ഏകദേശം പോയി തുടങ്ങി. അപ്പോൾ ഇനി നമുക്കിതൊന്ന് ക്ലീൻ ആക്കി എടുക്കണം. അതിൻ്റെ ഉള്ളിൽ ജെല്ല് മാത്രമായിട്ട് നമുക്ക് എടുക്കണം. അപ്പോൾ ഞാൻ ക്ലീൻ ആക്കുന്നത് ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് ഓടിച്ചൊന്ന് കാണിച്ചത് സൈഡിലത്തെ മുള്ളുകൾ സംഭവങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്തോളാം. അതിൻ്റെ മുകളിലത്തെ സംഭവം ഒന്ന് കട്ട് ചെയ്യുക. അതിനുശേഷം ഇതേപോലെ സ്പൂൺ എടുത്തതിന് ശേഷം ഇതേപോലെ അതിൻ്റെ ഉള്ളിലത്തെ ജെല്ല് നമുക്ക് ഇതേപോലെ പുറത്തേക്ക് ഇങ്ങനെ എടുക്കാം. ഈ ഒരു ഇതിൽ സ്പൂൺ ഉണ്ടാക്കിയാൽ പെട്ടെന്ന് നമുക്ക് അതിൻ്റെ ഉള്ളിലുള്ള ജെല്ല് ഇതേപോലെ കിട്ടും. അപ്പോൾ അതിനുശേഷം നമ്മൾ ചെറുനാരങ്ങ എടുത്തിട്ടുണ്ട്. ചെറുനാരങ്ങയുടെ ഒരു പകുതി പീസ് നമുക്ക് ആവശ്യമുള്ള ഇതിലത്തെ നീര് നമ്മൾ എടുക്കണം. ഏകദേശം ഒരു സ്പൂണിൻ്റെ കൂടെ ഒരു സ്പൂണിൻ്റെ താഴെ നീരെടുത്തതിന് ശേഷം നമ്മൾ ഇതിൽ ജസ്റ്റ് ഒന്ന് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ അത് നമ്മൾ ഏകദേശം ഒരു 3/4 സ്പൂണോളം ഒരു നാരങ്ങ നീരെടുത്തിട്ടുണ്ട്. അതിന് ശേഷം അതിലേക്ക് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൽ ജസ്റ്റ് ഇങ്ങനെ കുരുകൾ ഇതൊക്കെ വരുന്നുണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് മാറ്റിക്കളയാം. പിന്നെ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ കാപ്പിപ്പൊടിയാണ്. കാപ്പിപ്പൊടി ഏകദേശം 1 ടേബിൾ സ്പൂണോളം നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് മൂന്നും കൂടി ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ ഫേസ് പാക്ക് റെഡി ആയിട്ട്. അപ്പോൾ ഇത് യൂസ് ചെയ്യാൻ മുന്നേ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. കാരണം കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയി എല്ലാവരും ഇത് യൂസ് ചെയ്യാൻ പാടില്ല ഈ ഒരു ഫേസ് പാക്ക്. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ, ആദ്യം നമ്മൾ ചില ആൾക്കാരുടെ സ്കിന്നിന് ഇത് പറ്റില്ല. കാരണം നമ്മുടെ ചെറുനാരങ്ങ ഇതൊക്കെ യൂസ് ചെയ്യുന്നതുകൊണ്ട് ചിലപ്പോൾ റിയാക്ഷൻ ഉണ്ടാവും. അപ്പോൾ ആദ്യം കുറച്ചൊരു ചെറിയൊരു ഭാഗം നമ്മുടെ സ്കിന്നിലൊന്ന് അപ്ലൈ ചെയ്ത് നോക്കാം വല്ല റിയാക്ഷൻ ഉണ്ടോയെന്ന്. എന്നിട്ട് റിയാക്ഷൻ ഒന്നും ഇല്ലെങ്കിൽ മാത്രം നിങ്ങൾ ഇത് ഫേസിൽ അപ്ലൈ ചെയ്താൽ മതി. പിന്നെ അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ചെറുനാരങ്ങ ആസിഡിക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് അറിയായിരിക്കും എല്ലാവർക്കും. അതായത് ആസിഡിക്കായ സംഭവം നമുക്ക് അധികം മുഖത്ത് യൂസ് ചെയ്യാൻ പാടില്ല. അപ്പോൾ 1 ടേബിൾ സ്പൂൺ മാക്സിമം യൂസ് ചെയ്യാൻ പാടില്ല. അതിലും കുറവ് എടുത്താൽ മതി, കുറച്ചെടുത്താൽ മതി നമ്മുടെ ചെറുനാരങ്ങ. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ഫേസ് പാക്ക് യൂസ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഡയറക്റ്റ് സൺലൈറ്റിൽ പോകാൻ പാടില്ല. അപ്പോൾ മിക്കവാറും നിങ്ങൾ രാത്രി ടൈമിലൊക്കെ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. പിന്നെ സൺസ്ക്രീൻ ഇട്ട് പുറത്തിറങ്ങുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഒരു രാത്രി കിടക്കുന്ന നേരത്തെ ടൈമിലൊക്കെ ഈ ഒരു ഫേസ് പാക്ക് യൂസ് ചെയ്യുക. അപ്പോൾ ഇത്രയും സംഭവങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഇത് ശ്രദ്ധിക്കേണ്ട ആരും, അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ചെയ്യാണ്ട് ആരും ഈ ഒരു ഫേസ് പാക്ക് യൂസ് ചെയ്യരുത്. പിന്നെ അല്ലെങ്കിൽ നിങ്ങളുടെ മുഖത്തിന് കുറച്ച് കുഴപ്പങ്ങളൊക്കെ വരും ഇതൊക്കെ ശ്രദ്ധിച്ചില്ലെങ്കിൽ. അപ്പോൾ എന്തായാലും നമുക്ക് ഇനി ഫേസ് പാക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ ഫേസ് പാക്ക് ഇവിടെ റെഡി ആയി. ഏകദേശം നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്ക് കൈ വെച്ച് മിക്സ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ മിക്സിയിലേക്ക് ഇട്ട് മിക്സ് ചെയ്യേണ്ടി വരും. കാരണം നമ്മുടെ ആലോവേറ മിക്സ് ആവാൻ കുറച്ച് പണിയാണ്. അപ്പോൾ ഇത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇനി ഡയറക്റ്റ് ഒന്ന് മുഖത്ത് അപ്ലൈ ചെയ്ത് നോക്കാം. പിന്നെ അതുപോലെ തന്നെ ഇത് കണ്ണിലാവാണ്ട് ശ്രദ്ധിക്കുക. കാരണം നമ്മുടെ ചെറുനാരങ്ങയൊക്കെ ഉള്ളതുകൊണ്ട് കണ്ണൊക്കെ നീറും നല്ല രീതിയിൽ. അപ്പോൾ കണ്ണിലൊന്നും ആക്കാണ്ട് ഇതിൻ്റെ അടിഭാഗത്ത് ഈ ഒരു രീതിയിലൊക്കെ ആക്കിയെടുക്കുക. അതിന് ശേഷം നമുക്കിത് ഒരു 20 സാധാരണ നമ്മൾ ഫേസ് പാക്കൊക്കെ ഇടുന്ന പോലെ ഒരു 15-20 മിനിറ്റ് ജസ്റ്റ് ഇതൊന്ന് അപ്ലൈ ചെയ്തതിന് ശേഷം ഒന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി നമുക്ക് ഇത് കഴുകി കഴിഞ്ഞാൽ ഇത് സെറ്റായതിന് ശേഷം ഇത് കഴുകി കഴിഞ്ഞതിന് ശേഷം ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ ഫേസ് പാക്കൊക്കെ നമ്മൾ കഴുകി കളഞ്ഞ് ഏകദേശം 25 മിനിറ്റിൻ്റെ അടുത്ത് വെച്ചു. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാണ് അത്യാവശ്യം നല്ല രീതിയിൽ ഗ്ലോ വന്നിട്ടുണ്ട് ഫേസിൽ. എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. ഒരു നല്ല സുഖമുണ്ട് ഇങ്ങനെ കഴുകി കളഞ്ഞപ്പോൾ. അത്യാവശ്യം നല്ല രസം തോന്നുന്നുണ്ട് കാണാൻ. അപ്പോൾ എന്തായാലും ജസ്റ്റ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് നോക്കി കാണാം അത്യാവശ്യം നല്ല രീതിയിലുള്ള ടാനും സംഭവങ്ങളൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ അത് അടിപൊളി ഫേസ് പാക്കാണ്. അപ്പോൾ എല്ലാവരും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റായി രേഖപ്പെടുത്താം. അപ്പോൾ അത്ര ഉണ്ടായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ.